ഈസ്റ്റർ ദിനത്തിൽ പുതിയ രാഷ്ട്രീയ നീക്കവുമായി ബിജെപി. ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ബിഷപ്പുമാരെ നേതാക്കൾ നേരിട്ടെത്തി സന്ദർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് കൂടുതൽ അടുക്കുകയെന്ന ലക്ഷ്യമാണ് പുതിയ നീക്കത്തിന് പിന്നിൽ. അതേസമയം ബിജെപിയുടെ ഈസ്റ്റർ ദിന സന്ദർശനം തട്ടിപ്പാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ന്യൂനപക്ഷ മേഖലകളിൽ കടന്നുകയറാനാവാത്തതാണ് കേരളത്തിലെ വെല്ലുവിളിയെന്ന് ബിജെപി നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. ഇതിനായി ആസൂത്രണം ചെയ്ത തന്ത്രങ്ങളൊന്നും വിജയം കണ്ടില്ല. എന്നാൽ അടുത്തിടെ കത്തോലിക്ക സഭയുടെ ഭാഗമായ ബിഷപ്പുമാർ വരെ ബിജെപി അനുകൂല നിലപാട് പരസ്യമാക്കി. ഈ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് നീക്കം. സഭാ നേതൃത്വത്തിലുള്ളവരെ തുടർച്ചയായി സന്ദർശിച്ച് ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ബിജെപിയുടെ തന്ത്രം. ഈസ്റ്റർ ദിനത്തിൽ ബിഷപ്പുമാരെ സന്ദർശിക്കാൻ മുതിർന്ന നേതാക്കൾക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. ബിജെപിയുമായി അകലം പാലിക്കുന്ന ലത്തീൻ സഭയെ അനുനയിപ്പിക്കാനെത്തിയത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ്. വെള്ളയമ്പലം ബിഷപ്പ് ഹൌസിലെത്തി ബിഷപ്പ് തോമസ് ജെ നെറ്റോയെ സന്ദർശിച്ച മുരളീധരൻ സന്ദർശനത്തിലെ രാഷ്ട്രീയ ലക്ഷ്യം നിഷേധിച്ചു. ഒരു വളരെ സാധാരണമായിട്ടൊരു സൗഹൃദ സന്ദർശനം, അതിനപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യമില്ല. താമരശ്ശേരി ബിഷപ്പിനെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സന്ദർശിച്ചത് ഇന്നലെയാണ്. പിന്നാലെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഈസ്റ്റർ ആശംസ നേരാൻ നേരിട്ടെത്തി കെ സുരേന്ദ്രൻ. വളരെ സന്തോഷം. ഇവിടെ വന്നപ്പോൾ ഹൃദയസ്പർശിയായിട്ടുള്ള സ്വീകരണമാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത്. നേരത്തെ ബിജെപി അനുകൂല പ്രസ്താവന നടത്തിയ തലശ്ശേരി ബിഷപ്പിനെ സന്ദർശിച്ചത് മുൻ അധ്യക്ഷൻ പി കെ കൃഷ്ണദാസാണ്. സന്ദർശനത്തിലെ രാഷ്ട്രീയ ലക്ഷ്യം കൃഷ്ണദാസ് മറച്ചുവെച്ചില്ല. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെയും ബിജെപി നേതാക്കൾ നേരിട്ടെത്തി കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ബിജെപിയുടെ ലക്ഷ്യം. കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറക്കാൻ സാധ്യതാ മണ്ഡലങ്ങളിൽ ക്രൈസ്തവ പിന്തുണ ഉറപ്പാക്കുകയാണ് ശ്രമം. കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി ബിജെപിയുടെ ദേശീയ നേതാക്കൾ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ സന്ദർശന പരിപാടികളിലും ന്യൂനപക്ഷ ബന്ധം ശക്തമാക്കൽ പ്രധാന അജണ്ടയാണ്. അതേസമയം ബിജെപി ഈസ്റ്റർ ദിനത്തിൽ നടത്തുന്ന നീക്കത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നു. ബിജെപിയുടെ സന്ദർശന പരിപാടികൾ തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവും കെ സുധാകരനും ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ബിജെപി അനുകൂല പ്രസ്താവനയുമായി കർദിനാൾ ജോർജ് ആലഞ്ചേരി രംഗത്ത്. ബിജെപി ഭരണത്തിൽ രാജ്യത്ത് ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണ്. പൂർണ്ണമായും ബിജെപി ആധിപത്യം വരുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയാകുമെന്ന് തനിക്കറിയില്ലെന്നും ആലഞ്ചേരി പ്രതികരിച്ചു. നരേന്ദ്രമോദിയെയും കർദിനാൾ പുകഴ്ത്തി. കേരളത്തിലെങ്കിലും സംസ്ഥാനത്തിന് പുറത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നതാണ് ബിജെപിക്കെതിരെ രാഷ്ട്രീയ പ്രതിയോഗികൾ ആയുധമാക്കാറ്. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ബിജെപിക്ക് തലവേദന സൃഷ്ടിക്കുന്നതും മറ്റു സംസ്ഥാനങ്ങളിലെ അക്രമ സംഭവങ്ങളാണ്. എന്നാൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നത് കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ്. ക്രിസ്ത്യൻസിന് ഒരു ഇൻസെക്യൂരിറ്റി ഒന്നും ബിജെപി ഭരണത്തിലില്ല. പക്ഷേ ദേവാലയങ്ങൾ ആർക്കുമ്പോഴോ ആരെങ്കിലും ഒരു ആൾക്ക് ജ്ഞാനസ്നാനം കൊടുത്തു എന്ന് വേറൊരു ചോദ്യം ചെയ്താൽ ഞങ്ങൾ ചോദിക്കും. ഇൻസെക്യൂരിറ്റി ഇപ്പോൾ ഇല്ല. പക്ഷേ ചിലർ പറയുന്നുണ്ട് നമ്മുടെ പരിപൂർണമായിട്ട് ഒരു BJP ആധിപത്യം ഇന്ത്യയിൽ വന്നു പോയാൽ മൈനോറിറ്റീസിന് ഇൻസെക്യൂർ ആയിരിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്കറിഞ്ഞുകൂടാ. BJP ഭരണത്തിൽ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗം ആശങ്ക വച്ചു പുലർത്തുന്നു. പക്ഷേ ആ ആശങ്ക ജോർജ് ആലഞ്ചേരി തള്ളിയതിങ്ങനെ. മുസ്ലിങ്ങൾ ഒരുപക്ഷെ കാണുന്നുണ്ടായിരിക്കും ഹൈന്ദവ ആധിപത്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ തുരത്തുമെന്ന്. കാരണം മുസ്ലിം ആധിപത്യമുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്ന മറ്റുള്ളവരെ തുരത്തുക എന്നുള്ളതാണ്. ക്രൈസ്തവരെല്ലാം അവിടെ നിന്ന് ഓടിച്ചുവിടുകയല്ല. ആ ശൈലിയിൽ അവരിവരെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടാവാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കർദിനാൾ വാനോളം പുകഴ്ത്തി. വിജയിച്ച രാഷ്ട്രീയ നേതാവാണ് മോഡി. രാജ്യത്തെ നല്ല നിലയിൽ നയിക്കാൻ മോഡിക്ക് കഴിയുന്നുവെന്നും ആലഞ്ചേരി പറഞ്ഞു. മോഡി ആസ് എ പേഴ്സൺ ഈസ് എ ഗുഡ് ലീഡർ. അദ്ദേഹം ആ ലീഡർഷിപ്പ് വളർത്തിയെടുക്കാനായിട്ട് വളരെയേറെ പരിശ്രമിച്ചു. അത് വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെയും അദ്ദേഹം ആരുമായിട്ടും ഏറ്റുമുട്ടലിന് പോയില്ലല്ലോ. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടലിന് പോയിട്ട് ജയിക്കാനല്ലല്ലോ നോക്കുന്നത്. നേതൃത്വപരമായിട്ടുള്ള പ്രാഗൽഭ്യം വളർത്തിയെടുത്തിട്ടല്ലേ വിജയിക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുക്കാൻ BJP ശ്രമിക്കുമ്പോഴാണ് ജോർജ് ആലഞ്ചേരിയുടെ അനുകൂല നിലപാടെന്നതാണ് ശ്രദ്ധേയം. എന്നാൽ കർദിനാളുടെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിച്ചെന്നാണ് KCBCയുടെ പ്രതികരണം. ന്യൂസ് 18 തിരുവനന്തപുരം. കെ സുരേന്ദ്രന്റെ സന്ദർശനം സന്തോഷം നൽകുന്നുവെന്ന് കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളിലേക്ക് എത്തുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഈ സമീപനം പിന്തുടരണമെന്നും ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. എല്ലാ പാർട്ടികളും ഇങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.
അതായത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുക, ദുഃഖങ്ങളിൽ പങ്കുചേരുക, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പാർട്ടി പ്രസിഡന്റ് ശ്രീമാൻ സുരേന്ദ്രനെ ഇതിൽ അഭിനന്ദിക്കുകയാണ്. BJPയുടേത് ഇരട്ടത്താപ്പെന്ന് പ്രതിപക്ഷ നേതാവ്. രാജ്യത്ത് ക്രൈസ്തവ ദേവാലയങ്ങൾ സംഘപരിവാർ ആക്രമിക്കുകയാണ്. കർണാടകയിലെ BJP മന്ത്രി ക്രൈസ്തവരെ ഓടിച്ചിട്ട് തല്ലണമെന്നാണ് പറഞ്ഞത്. ദേവാലയങ്ങൾ ആക്രമിക്കില്ല എന്ന് വി മുരളീധരനോ സുരേന്ദ്രനോ ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ എന്നും പ്രതിപക്ഷ നേതാവ് കോഴിക്കോട് ചോദിച്ചു. ഈ സുദിനമായ ഇന്ന് ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കാൻ പ്രധാനമന്ത്രി. ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലാണ് മോഡി വൈകുന്നേരം അല്പസമയത്തിനകം സന്ദർശനം നടത്തുക. ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. കഴിഞ്ഞ വർഷം ക്രിസ്മസിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കാത്തലിക് കത്തീഡ്രലിൽ എത്തിയിരുന്നു. പ്രത്യാശയുടെ തിരുനാൾ. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. കുരിശിലേറ്റപ്പെട്ട യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മപുതുക്കലാണ് ഈസ്റ്റർ. ഈസ്റ്ററിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ശുശ്രൂഷയും പ്രാർത്ഥനയും നടന്നു. യുദ്ധത്തിന്റെ മഞ്ഞുമൂടിയ കാറ്റിനെയും മറ്റ് അനീതികളെയും മറികടക്കാൻ ദൈവത്തിലേക്ക് തിരിയണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. ലോകത്തെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം. യുക്രൈനെയും അവിടുത്തെ ജനതയെയും രക്തസാക്ഷികളെന്നും മാർപ്പാപ്പ വിശേഷിപ്പിച്ചു. ശ്വാസകോശ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നതിനാൽ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ശുശ്രൂഷകൾക്ക് മാത്രമാണ് നേതൃത്വം നൽകിയത്. ബസിലിക്കയ്ക്ക് പുറത്തുള്ള ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തില്ല. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ തിരുക്കർമ്മങ്ങൾക്ക് കാർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഉയിർപ്പ് തിരുനാൾ ചടങ്ങുകൾ നടന്നു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെന്നറ്റോയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കൊച്ചി കാക്കനാട് സെന്റ് തോമസ് മൗണ്ട് കത്തീഡ്രലിൽ കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. എറണാകുളം കുമ്പളം സെന്റ് മേരീസ് ദേവാലയത്തിലെ ഈസ്റ്റർ ദിന ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജുബി ജോയ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകി. ക്രിസ്തുദേവന്റെ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും നടന്നു. വയനാട്ടിലെ ദേവാലയങ്ങളിൽ വന്യമൃഗശല്യം കണക്കിലെടുത്ത് പാതിരാ കുർബാന ഒഴിവാക്കിയിരുന്നു. കോവിഡ് ഇടവേളയ്ക്ക് ശേഷമുള്ള ഈസ്റ്റർ ആഘോഷത്തിൽ നിരവധി വിശ്വാസികളാണ് പള്ളികളിലേക്ക് എത്തിയത്. കുർബാനകളിലും പ്രാർത്ഥന ശുശ്രൂഷകളിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചുരുളഴിക്കാൻ അന്വേഷണ സംഘം. എളത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫിയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ എത്തി പരിശോധിച്ചു. ശാരീരിക അവശതകളുണ്ടെന്ന് ഷാറൂഖ് ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. ഷാറൂഖ് സൈഫിയുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ തെളിവെടുപ്പ് നടത്തിയേക്കും. മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ ലോകായുക്ത പങ്കെടുത്തത് ധാർമ്മികമായി മാത്രമല്ല, സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനവുമാണ്. ജുഡീഷ്യൽ ഓഫീസർമാർ പുലർത്തേണ്ട ജാഗ്രതയും ധാർമ്മികതയും ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും ഭാഗത്തുനിന്നുണ്ടായില്ലെന്നാണ് ആരോപണം. ഇതിനിടെ ലോകായുക്ത വിരുന്നിൽ പങ്കെടുത്തതിനെ വിമർശിക്കുന്നത് ഔചിത്യമില്ലായ്മയാണെന്ന വാദവുമായി ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ രംഗത്തെത്തി. മെയ് 7 ചേർന്ന സുപ്രീം കോടതി ഫുൾ കോർട്ട് മീറ്റിംഗ് അംഗീകരിച്ച ജുഡീഷ്യൽ ജീവിതത്തിന്റെ മൂല്യങ്ങളുടെ പുനർപ്രസ്താവനയാണിത്. കുടുംബാംഗങ്ങൾ, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരൊഴികെ ആരിൽ നിന്നും ഒരു ജഡ്ജി ആതിഥ്യമോ ഉപകാരങ്ങളോ സ്വീകരിക്കാൻ പാടില്ല. ഇതിന്റെ ലംഘനമാണ് മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതോടെ ലോകായുക്തയും ഉപലോകായുക്തയും ചെയ്തതെന്ന് വ്യക്തം. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കെതിരെ നിർണായകമായ പരാതി ലോകായുക്തയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമങ്ങളെ അനുവദിച്ചിരുന്നില്ല. പകർത്തിയ PRD ആകട്ടെ ലോകായുക്തയുടെ ദൃശ്യങ്ങൾ ഒഴിവാക്കിയാണ് മാധ്യമങ്ങൾക്ക് ഇഫ്താറിന്റെ ദൃശ്യങ്ങൾ നൽകിയത്. PRDയുടെ വാർത്താക്കുറിപ്പിലും പങ്കെടുത്ത പ്രമുഖരിൽ നിന്ന് ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും പേരുകൾ ഒളിപ്പിച്ചു വെച്ചു.
എന്നാൽ ലോകായുക്തയും ഉപലോകായുക്തയും ദീർഘനേരം ഇഫ്താർ നടന്ന ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ ഉണ്ടായിരുന്നതായി മാധ്യമപ്രവർത്തകനായ കെ ശ്രീകുമാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു സീറ്റിലേക്ക് മുഖ്യമന്ത്രി ചെന്നപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഇരുന്നയാൾ എഴുന്നേറ്റ് കൈകൂപ്പുന്നത് കണ്ടപ്പോഴാണ് എനിക്കത് ഇത് നമ്മുടെ ലോകായുക്ത സിറിയക് ജോസഫ് ആണല്ലോ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെന്നപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി എന്തോ കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പം അതൊരു അസ്വാഭാവികത തോന്നി. കാരണം സിറിയക് ജോസഫിനെ പോലെ ഒരു ലോകായുക്ത, ഒരു ന്യായാധിപൻ ഇങ്ങനെയുള്ള ഒരു വിരുന്നിന് വരുന്നതിൽ ഒരു പൈത്യക്കേട് അല്ലെങ്കിൽ ഒരു ശരിയല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. വിവാദ വിരുന്നിൽ പ്രതികരിക്കാൻ ലോകായുക്തയോ സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ വിരുന്നിൽ പങ്കെടുത്ത ലോകായുക്തയെയും ക്ഷണിച്ച സർക്കാരിനെയും ന്യായീകരിച്ച് ഇടതുമുന്നണി കൺവീനർ രംഗത്തെത്തി. നീതിന്യായ രംഗത്തുള്ളവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവരും സമൂഹത്തിലെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നവരാണ്. വിവാഹങ്ങളിലും വിരുന്നുകളിലും മരണങ്ങളിലുമെല്ലാം പങ്കെടുക്കാറുണ്ട്. അതെല്ലാം മാനുഷികമായ നടപടികളുടെ ഭാഗമാണെന്നാണ് ഇപിയുടെ ന്യായീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരിയിലെ പരപ്പൻ പൊയിലിൽ ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയ സംഭവം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാടിന്റെ പേരിലെന്ന് പോലീസ് നിഗമനം. തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഷാഫിക്ക് കോടികളുടെ ഇടപാടുണ്ടെന്നും സൗദിയിൽ നിന്ന് കോടികളുടെ സ്വർണം തട്ടിയതുമായി ഇതിന് ബന്ധമുണ്ടെന്നും പോലീസിന് വിവരം കിട്ടി. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന സൂചന ലഭിച്ചതോടെ ഉത്തരമേഖലാ ഡിഐജി പുട്ട വിമലാദിത്യ താമരശ്ശേരിയിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ഡിഐജി നേതൃത്വത്തിൽ കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. രാജ്യത്ത് കടുവകളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്തെ കടുവകളുടെ എണ്ണം 3167ആയി. പ്രോജക്ട് ടൈഗർ 50ാം വാർഷികാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കണക്ക് പുറത്തുവിട്ടത്. ബന്ദിപ്പൂർ, മുതുമല കടുവാ സങ്കേതങ്ങളിലും പ്രധാനമന്ത്രി എത്തി. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് വർദ്ധിച്ചത് 200 കടുവകൾ. 2018 നടന്ന കടുവാ സെൻസസ് പ്രകാരം രാജ്യത്തെ കടുവകളുടെ എണ്ണം 2967 ആയിരുന്നെങ്കിൽ പുതിയ കണക്കുകൾ പ്രകാരം അത് 3167. മൈസൂരുവിൽ നടന്ന പ്രൊജക്ട് ടൈഗർ 50ാം വാർഷികാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കടുവാ സെൻസസ് പുറത്തുവിട്ടത്. പ്രൊജക്ട് ടൈഗർ ലോകത്തിന് മുഴുവൻ അഭിമാനമെന്ന് പ്രധാനമന്ത്രി. टाइगर की संख्या का आंकड़ा हमने छुआ है, जो देखा है, हमारा ये परिवार का विस्तार हो रहा है, ये गौरवमय पल है. प्रोजेक्ट टाइगर को 50 वर्ष हो गए हैं. प्रोजेक्ट टाइगर की सफलता. രാവിലെ ബന്ദിപ്പൂർ, മുതുമല കടുവാ സങ്കേതങ്ങളും പ്രധാനമന്ത്രി സന്ദർശിച്ചു. 7:15 ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ബന്ദിപ്പൂരിലെ മേലുകുമാനഹള്ളിയിലെത്തിയത്. തുടർന്ന് കടുവാ സങ്കേതത്തിൽ 20 കിലോമീറ്റർ ജീപ്പ് സഫാരി. കറുത്ത തൊപ്പിയും കാക്കി പാന്റും ടീഷർട്ടുമായിരുന്നു പ്രധാനമന്ത്രിയുടെ വേഷം. ബന്ദിപ്പൂരിൽ നിന്നുള്ള ചിത്രങ്ങളും പ്രധാനമന്ത്രി ട്വിറ്ററിൽ പങ്കുവച്ചു. ബന്ദിപ്പൂർ സന്ദർശനത്തിന് ശേഷം മോദി എത്തിയത് മുതുമല കടുവാ സങ്കേതത്തിലെ തെപ്പക്കാട് ആന പരിപാലന കേന്ദ്രത്തിൽ. ആനകൾക്ക് കരിമ്പ് നൽകിയ പ്രധാനമന്ത്രി സങ്കേതത്തിലെ ജീവനക്കാരുമായി സംസാരിച്ചു. ഓസ്കർ പുരസ്കാരം നേടിയ ദ എലിഫന്റ് വിസ്പേഴ്സിലൂടെ ശ്രദ്ധേയരായ ബൊമ്മനെയും ബെള്ളിയെയും പ്രധാനമന്ത്രി അനുമോദിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാജസ്ഥാനിൽ വീണ്ടും കൊമ്പുകോർത്ത് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും. മുൻ BJP സർക്കാരിനെതിരായ അഴിമതി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച ഏകദിന ഉപവാസസമരം നടത്തുമെന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചെങ്കിലും നടപടി ഉണ്ടാകാത്തതിനാണ് സമരമെന്ന് സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കി. എക്സൈസ് മാഫിയ, അനധികൃത ഖനനം, ഭൂമി കയ്യേറ്റം തുടങ്ങിയവ തടയുന്നതിൽ സർക്കാർ പരാജയമാണെന്നും സച്ചിൻ പൈലറ്റ് ആരോപിച്ചു. KSU ഭാരവാഹി പട്ടികയിൽ വിവാദം കടക്കുന്നു. SFI പ്രവർത്തകൻ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ പട്ടികയിൽ ഇടം പിടിച്ചു. പ്രായപരിധി മാനദണ്ഡം പാലിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. വിദ്യാർത്ഥികൾ അല്ലാത്തവർ പട്ടികയിൽ ഉൾപ്പെട്ടെന്നും വനിതാ പ്രാതിനിധ്യം 10% താഴെ ഒതുങ്ങിയെന്നുമുള്ള പരാതി വ്യാപകമാണ്. മഹിളാ കോൺഗ്രസ് പുനഃസംഘടനയ്ക്ക് പിന്നാലെ KSU ഭാരവാഹി പട്ടിക കൂടി വിവാദത്തിലാവുകയാണ്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകൻ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ 4ാം പ്രതി നിതിൻ ലൂക്കോസ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റായും 5ാം പ്രതിയായ ജിതിൻ ഉപ്പുമാക്കൽ സംസ്ഥാന സെക്രട്ടറിയായും പട്ടികയിൽ ഇടം നേടി. പ്രായപരിധി കർശനമാക്കുമെന്ന മാനദണ്ഡവും പാഴ്വാക്കായി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ശരത് ശൈലേശ്വരന്റെ പ്രായം 32 വയസ്സ്. 1994 ജനുവരി 1 ശേഷം ജനിച്ചവരെ മാത്രമേ പുനഃസംഘടനയിൽ പരിഗണിക്കാവൂ എന്ന കഴിഞ്ഞ കമ്മിറ്റിയുടെ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു. വിവാഹിതരെ പുനഃസംഘടനയിൽ പരിഗണിക്കേണ്ട എന്ന തീരുമാനവും നടപ്പായില്ല. KSUവിന്റെ പുനഃസംഘടന പൂർത്തിയാകുമ്പോൾ വനിതാ പ്രാതിനിധ്യം 10% മാത്രം ഒതുങ്ങിയെന്നും പരാതിയുണ്ട്. പട്ടികയിൽ ഇടം നേടിയ പകുതിയിലേറെ പേരും വിദ്യാർത്ഥികളല്ല എന്നതും
KSUവിനെ പ്രതിസന്ധിയിലാക്കുന്നു. പട്ടികയെ ചൊല്ലി മുൻ സംസ്ഥാന ഭാരവാഹികൾക്കിടയിലും അമർഷമുണ്ട്. ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് തന്നെ പ്രതിഷേധവുമായി എത്തി. പ്രതിസന്ധി ഘട്ടത്തിൽ വീണ്ടും പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തരുതെന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് അഭിജിത്ത് പറയുന്നു. പട്ടികയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടതിന്റെ അമർഷവും പ്രവർത്തകർക്കും നേതാക്കൾക്കുമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം KSU ഭാരവാഹി പട്ടികയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.